ഇന്ന് വിൽപ്പനയ്ക്കുള്ള വീടിൻ്റെ മുന്നിലുള്ള റോഡാണ് കേട്ടോ. എല്ലാവിധ വാഹനങ്ങളും വരും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. ഈ വീടാണ് നമുക്കൊന്ന് കൊടുക്കാനുള്ളത്. 11.5 സെൻറ്റ് സ്ഥലവും 3200 സ്ക്വയർ ഫീറ്റ് വീടാണിത് കേട്ടോ. 4 ബെഡ്റൂമാണ്, 4 അറ്റാച്ച്ഡാണ് ഈ വീട്. വെള്ള സൗകര്യത്തിന് നല്ല പറ്റാത്തൊരു ഓപ്പൺ കിണറും ഉണ്ട്. അത്യാവശ്യം മരങ്ങളും തെങ്ങും പ്ലാവ് മാവ് അങ്ങനെയൊക്കെയുള്ള നല്ലൊരു വളപ്പാണ് കേട്ടോ അത്. നല്ലൊരു കിണറുണ്ട്, പടുത്ത കിണറാണല്ലോ. എന്നും വെള്ളം കിട്ടുന്ന നല്ല പറ്റാത്തൊരു കിണറാത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിൻ്റെ തൊട്ട് വെറും 2 കിലോമീറ്റർ മാത്രമേ ഈ വീട്ടിൽ നിന്ന് ഒറ്റപ്പാലം ടൗണിലേക്കുള്ളൂ കേട്ടോ. മെയിൻ റോഡിലേക്ക് 1 കിലോമീറ്റർ, അവിടുന്ന് ഒറ്റപ്പാലം ടൗണിലേക്ക് 1 കിലോമീറ്റർ, അങ്ങനെ മൊത്തം 2 കിലോമീറ്ററാണ് ആകെ ദൂരം. നല്ലൊരു VIP ഏരിയയിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് കേട്ടോ. ഇവിടെ സ്ഥലത്തിന് തന്നെ 3.5-4 ലക്ഷം രൂപയ്ക്ക് ഒരു സെൻറ്റിന് വില ഉണ്ട്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ 3200 സ്ക്വയർ ഫീറ്റാണ്, വിത്ത് കാർ പോർച്ച്. 4 ബെഡ്റൂമുണ്ട്, 4 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. ആദ്യം തന്നെ നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ ഈ വാതിലൊക്കെ ഫുള്ള് തേക്കാണ്. അതുപോലെ ഈ ചുമരിൽ കണ്ടില്ലേ, ഫുള്ള് തേക്കിൻ്റെ പാനൽ വർക്കാണ് കേട്ടോ. നീളത്തിലുള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. കണ്ടോ, ഈ ചുമരിൽ കാണുന്നത് ഈ മരത്തിൻ്റെ വർക്ക് മൊത്തം തേക്കാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ മൊത്തം ഇരിക്കാനുള്ള സ്ലാബൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വർക്കാട്ടോ അതിൻ്റെ മുന്നിലെ വർക്ക്. ഈ വീട്ടിലിപ്പോൾ ആൾ താമസമില്ല, അതുകൊണ്ട് കർട്ടൻ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വീടിൻ്റെ ഫുള്ള് നമ്മളെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കറക്റ്റ് കിട്ടാത്തത്. നല്ല ഭംഗിയാണിത്. ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയ നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മുടെ മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ നല്ലൊരു ലിവിങ് ഏരിയ. വീട് ഒരു 7 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല സ്ട്രോങ് ഉള്ള വീടാണ്. ലിവിങ് ഏരിയ അവിടെ അവർ സോഫ സെറ്റ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മരം കേട്ടോ. ആ ഷോക്കേസൊക്കെ മരമാണ്. ഈ വീട്ടിലുള്ള എല്ലാ ഭാഗവും തേക്കിൻ്റെയാണ് കേട്ടോ. ആ ഷോക്കേസൊക്കെ നല്ല തേക്കിൻ്റെയാണ്. ഒറ്റപ്പാലം ടൗണിലേക്കൊക്കെ പെട്ടെന്ന് നമുക്ക് പോയി വരാൻ പറ്റിയൊരു വീടാട്ടത്. ലിവിങ് ഏരിയ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു ആർച്ചാണ്. ആ ആർച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡൈനിങ് സെക്ഷൻ. അവിടെ നിന്ന് തന്നെയാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറുകൾ, അങ്ങനെയുള്ളൊരു ഭാഗമാണിത്. പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് അതൊക്കെയാണ്. ഇവിടെയും നമ്മൾ ലിവിങ് ഏരിയയിലത്തെ മാതിരി നല്ലൊരു ഈ ഷെൽഫുണ്ട് കേട്ടോ ചുമരിൽ. ഈ വീട്ടിലുള്ള എല്ലാ മരങ്ങളും ഫുള്ള് തേക്കാം. അത് നല്ല ഫിനിഷിങ്ങുള്ള വർക്കുമാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ ഡൈനിങ് സെക്ഷനിൽ ബെഡ്റൂമിലേക്ക്, ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. 2 ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഒരു 12 സൈസ് ഉണ്ടാവും. ഈ കട്ടിലൊക്കെ ഉണ്ടല്ലേ, നല്ല ഫാമിലി കോട്ടുകളാണല്ലോ. ഈ ചുമരിലുള്ള അലമാറയുടെ മരമൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഫുള്ള് തേക്കാണ്. ഈ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യമൊക്കെ വലിപ്പമുള്ള നല്ല ബാത്റൂമുകളാണ്. യൂറോപ്യൻ ക്ലോസറ്റ്, പിന്നെ വാഷ് ബേസിൻ, കണ്ണാടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ലേ, ഈ ചുമരിൽ കാണുന്ന അലമാറൊക്കെ ഫുള്ള് തേക്കാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് 2ാമത്തെ ബെഡ്റൂം. അത് നമ്മളിപ്പോൾ ആദ്യം കണ്ട ബെഡ്റൂമില്ല, അതിൻ്റെ അതേ വലുപ്പം തന്നെയാണ്, അതേ വർക്കും തന്നെയാണ്. എല്ലാ മരങ്ങൾ കൊണ്ടുള്ള വർക്കൊക്കെ ഫുള്ള് തേക്കാണ്ടോ. ഈ റൂമിൽ ഇതുപോലെ ചുമരിൽ ഡ്രസ്സ് അലമാറ അത് ഫുള്ള് തേക്കാണ്. തട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഇതും നമ്മൾ ആദ്യം കണ്ട ബാത്റൂമിൻ്റെ പോലെ വലിപ്പമുള്ളതാണ് കേട്ടോ. ടൈൽസ് ചെറിയൊരു ഡിസൈൻ മാറ്റമുണ്ട്, വേറൊരു ഡിസൈനാണ്. ഇതിലും വാഷ് ബേസിനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേണ്ട, ഈ ഷോക്കേസൊക്കെ ഉണ്ടല്ലേ, എന്താ വൃത്തിയുണ്ടല്ലേ, നല്ല മോഡലിലാണ് അതിൻ്റെ വർക്ക്. ഇവിടെ വാഷ് ബേസിൻ, വലിയൊരു കണ്ണാടി, സ്റ്റെയർ കേസിൻ്റെ അടിയിലും ഒരു സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഡൈനിങ് സ്പേസൊക്കെ നല്ല വലിപ്പമുള്ള സ്പേസാണ്. അതിൻ്റെ തൊട്ട് അടുക്കളയും നല്ല വലിപ്പമുണ്ട്. മുകളിലുള്ള ഷെൽഫുകളും ഒക്കെ വർക്ക് കഴിഞ്ഞാൽ, അതുപോലെ അടിയിൽ കണ്ടില്ലേ, അടിയിൽ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ സ്ലാബിൻ്റെ റാക്ക്, ഇവിടെ കണ്ടില്ലേ ഗ്ലാസിൻ്റെ ഡോറൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് അടുത്തൊരു സെക്ഷൻ, ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ. അത് നമുക്ക് വറകടപ്പ് അങ്ങനെയുള്ളതൊക്കെ ഇവിടെയാണ്. ഇവിടെയും ഇതുപോലെ സിങ്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുള്ളത് ഇവിടെയാണ്. അതുപോലെ ചുമരിലൊരു ഷോക്കേസ് ഉണ്ട്.
അതിൻ്റെ തൊട്ട് വേറൊരു സെക്ഷനും കൂടി ഉണ്ട്. ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ഒരു ഓപ്പൺ സ്പേസ് ആക്കിയിട്ട് അങ്ങനെ സേഫ്റ്റി ആക്കി വെച്ചിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഇരുമ്പിൻ്റെ ഡോറ്. അതിൻ്റെ പുറത്ത് നല്ലൊരു പാത്രം കഴുകാനുള്ള വലിയ സെറ്റപ്പ് കേട്ടോ. നമ്മളിപ്പോൾ താഴത്തെ നിലത്തെ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസിൻ്റെ കൈവരിയൊക്കെ സ്റ്റീലിൻ്റെ വിത്ത് ഗ്ലാസ് ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബ്ലാക്ക് ഗ്രാനൈറ്റും വൈറ്റ് ടൈൽസും സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകളിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ കണ്ടമാതിരി നല്ല വലിയൊരു ഹാള് കണ്ടോ. ഒരുപാട് പേർക്ക് ഇരിക്കാനും അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ഹാളാണിത്. അതിൻ്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായിട്ട് 2 ബെഡ്റൂം, പിന്നെ ഒരു ഭാഗത്ത് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറും. ഇതാണ് മുകളിലത്തെ ഒരു ബെഡ്റൂം കേട്ടോ. താഴത്തെ അതേപോലെ തന്നെ വലിപ്പമുള്ള ബെഡ്റൂമാണ്, അറ്റാച്ച്ഡുമാണ്. ഇതേ താഴത്തെ അതേപോലെ തന്നെ കണ്ടോ മരത്തിൻ്റെ ഡ്രസ്സിൻ്റെ അലമാറ, അതിൻ്റെ സൈഡിലുള്ള തട്ടുകൾ ഒക്കെ നല്ല വൃത്തി കേട്ടോ. ഒന്ന് വേണമെങ്കിൽ പോളിഷൊക്കെ ചെയ്താണ്ടല്ലോ നല്ല ഭംഗി ഉണ്ടാവും. ഇതിലെ ബാത്റൂം താഴത്തെ അതേമാതിരി വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഇപ്പോൾ 3 ബെഡ്റൂം നമ്മൾ കണ്ടു. ഈ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതിലെ 4ാമത്തെ ബെഡ്റൂം. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. അത് അടച്ചിട്ടിരിക്കുകയാണ്, സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർ പൂട്ടിയിരിക്കുകയാണ്. അത് കാരണം നമുക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. ഇത് നേരെ ഓപ്പൺ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ ഹാളിൽ നിന്ന് തന്നെ നമ്മൾ ബാൽക്കണി ഉണ്ടാവും. ബാൽക്കണി നമ്മൾ താഴത്ത് കണ്ടില്ലേ സിറ്റ് ഔട്ട്, അതുപോലെ നീളത്തിലാണോ നല്ല വിശാലമായിട്ട് ഇരുന്ന് കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയൊരു ബാൽക്കണിയാണ്. 11.5 സെൻറ്റ് സ്ഥലവും 3200 സ്ക്വയർ ഫീറ്റ് വീട്. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് തൊട്ട് 70 ലക്ഷം രൂപയാണ് ഈ വീടിന് സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് കേട്ടോ. വിലയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ആവശ്യക്കാർ വിളിക്കുക. എല്ലാവർക്കും നന്ദി.